എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ചർച്ച് ഓഫ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാന്റെ ജനനപ്പള്ളി. ഐൻകാര്യമിൽ ചെന്നിറങ്ങി പാർക്കിങ്ങിൽ നിന്ന് വലത്തോട്ട് നടന്നാൽ ഇടുങ്ങിയ കടകളുള്ള വഴിയിലൂടെ നേരെ യോഹന്നാന്റെ പള്ളിയുടെ കവാടത്തിന് മുമ്പിൽ. ഉള്ളിലേക്ക് കടന്നാൽ നടുത്തളത്തിൽ പഴയ ഒരു കിണർ കാണും. ഇടത് ചുമരിൽ മുഴുവൻ സക്രിയായുടെ പ്രവചന ഗീതങ്ങൾ പല ഭാഷകളിൽ വെച്ചിരിക്കുന്ന ഫലകങ്ങളാണ്. ദേവാലയത്തിലേക്ക് പടികൾ കയറി ചെല്ലുമ്പോൾ നടുവിൽ തന്നെ ഗ്രില്ലിട്ടിട്ടുള്ളൊരു ഭാഗമുണ്ട്. താഴെ 5-ാം നൂറ്റാണ്ടിലെ കുഞ്ഞിപ്പൈതങ്ങളുടേതെന്ന് വിശ്വസിക്കുന്ന രക്തസാക്ഷികളുടെ പള്ളിയാണ്. അതിനോട് ചേർന്നുള്ള ഗ്രീക്കിലുള്ള എഴുത്തും 2 കബറിടങ്ങളും. ദേവാലയത്തിലേക്ക് കടന്നാൽ 3 ഭാഗങ്ങളുള്ള പള്ളിയാണ്. പ്രധാന അൾത്താര അമലോത്ഭവ മാതാവിനെ പ്രതിഷ്ഠിച്ചതാണ്. അവിടെ മരുഭൂമിയിലെ സ്നാപക യോഹന്നാന്റെ മനോഹരമായിട്ടുള്ളൊരു പ്രതിമയുണ്ട്. വലതുവശത്തെ ഭാഗം വിസിറ്റേഷൻ ചാപ്പൽ, വിശുദ്ധ എലിസബത്തിൻ്റേത്. അവിടെയുള്ള പടം ദെൽ ഗ്രേക്കോയുടെ സ്കൂളിൽ നിന്നുള്ളതാണ്. സങ്കീർത്തിയുടെ മുകളിലുള്ള മരുഭൂമിയിലെ സ്നാപക യോഹന്നാന്റെ പഠനം മുറില്ലോ സ്കൂളിൻ്റേതാണ്. ഇടതുവശത്തേക്ക് കടന്നാൽ മധ്യകാലഘട്ടത്തിലുള്ളൊരു ആർച്ച്. അവിടെ നിന്ന് സ്റ്റെപ്പുകൾ താഴോട്ടിറങ്ങിയാൽ നമ്മൾ ചെന്ന് കയറുന്നത് ഒരു ഗുഹയുടെ ഉള്ളിലേക്കാണ്. സക്കറിയായുടെ ഭവനത്തിന്റെ അടിയിലുണ്ടായിരുന്ന ഗുഹ. നസറത്തിലും ബത്ലഹേമിലൊക്കെ നമ്മൾ കണ്ടതുപോലെ യഹൂദ കുടുംബങ്ങൾക്കൊക്കെ താഴെ അന്ന് ഗുഹകളുണ്ടായിരുന്നു. ഇതാണ് സ്നാപക യോഹന്നാൻ ജനിച്ച സ്ഥലമായിട്ട് അടയാളപ്പെടുത്തുക. ആൾത്താരയുടെ ചുറ്റും മാർബിളിൽ കൊത്തിയ രംഗങ്ങൾ സ്നാപക യോഹന്നാന്റെ ജീവിത രംഗങ്ങളാണ്. അതിൻ്റെ നടുക്ക് മാർബിളിലുള്ള സൂര്യകിരണങ്ങൾ പോലെയുള്ള വൃത്തം, അത് ജനിച്ച സ്ഥലമായി കരുതുന്നു. അവിടെയാണ് തീർത്ഥാടകര് മുത്തി സ്നാപക യോഹന്നാനെ ഓർത്ത് വണങ്ങുന്നത്. ദേവാലയത്തിനകത്തുള്ള പടങ്ങൾ മുഴുവൻ സ്പാനിഷ് കലാകാരന്മാരുടേതാണ് ഭൂരിഭാഗവും. ഈ ദേവാലയം 5-ാം നൂറ്റാണ്ടിൽ പണിതു, 8-ാം നൂറ്റാണ്ടിൽ തകർക്കപ്പെട്ടു. കുരിശ് യുദ്ധക്കാർ വീണ്ടും പണിതു. പിന്നീട് സരച്ചേനികളും മമ്മലൂക്കുകളുമൊക്കെ അത് വീണ്ടും തകർത്തു. 1620കളിലാണ് അവസാനം ഫ്രാൻസിസ്കൻസ് ഇത് വാങ്ങുന്നത്. അതിനുശേഷം 1674ലാണ് ഇന്നുള്ള ദേവാലയം പണിയുന്നത്. ഈ ദേവാലയം സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക സ്നാപക യോഹന്നാന്റെ ജനനം, പേരിടല്, സക്രിയായുടെ അത്ഭുതകരമായ രോഗശാന്തി, അതിനുശേഷം സക്രിയായുടെ പ്രവചന ഗീതം. നിർഭയം, പരിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴും.